പ്രമേഹ രോഗികൾ അത്താഴം എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എപ്പോൾ കഴിക്കുന്നു എന്നതും പ്രമേഹ നിയന്ത്രണത്തിൽ പ്രധാനമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർ രാത്രി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഉറങ്ങാൻ പോകുന്നതിന് ഏകദേശം 2 മുതൽ 3 മണിക്കൂർ മുമ്പാണ്. അതിനാൽ 9 മണിക്കും 10 മണിക്കും രാത്രി അത്താഴം കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ചേരുന്ന ഒരു ശീലമല്ല. രാത്രി 9 മണിക്കും 10 മണിക്കും എല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് പകരം വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഇത് ഭക്ഷണത്തെ ദഹിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും ആവശ്യമായ സമയം നൽകുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു. രാത്രി വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം വിശ്രമത്തിലേക്ക് കടക്കുന്നതിനാൽ മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. നേരത്തെ കഴിക്കുന്നത് ഗ്ലൂക്കോസ് നില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ സിർക്കാഡിയൻ റിതം അനുസരിച്ച് പകൽ സമയത്താണ് ശരീരം ഇൻസുലിനോട് കൂടുതൽ നന്നായി പ്രതികരിക്കുന്നത്. രാത്രി വൈകും തോറും ഈ ശേഷി കുറയുന്നു. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിലെ കലോറി ഊർജ്ജമായി മാറുന്നതിന് പകരം കൊഴുപ്പായി സംഭരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ അത്താഴം കഴിക്കുന്നത് വഴി അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത് വഴി നെഞ്ചിരിച്ചിൽ, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. പ്രമേഹ രോഗികൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീനും നാരുകളും അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഇത് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് തടയും. അത്താഴം എപ്പോഴും ലഘുവായ രീതിയിലായിരിക്കണം കഴിക്കേണ്ടത്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തെയും ദഹനത്തെയും ബാധിക്കും. അത്താഴത്തിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ സാവധാനം നടക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് പേശികൾ ആഗിരണം ചെയ്യാൻ സഹായിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും. ദിവസവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുന്നു എന്നും ഉറപ്പുവരുത്തുക. ഇത്